പിന്നെ ഞാൻ നാട്ടിലേക്ക്. ഹലോ, ഞാനിന്ന് കുറേ നാളായിട്ട് ആഗ്രഹിച്ച് പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് 24/4/2025 മടി കാരണം ഞാൻ വീഡിയോ ഒന്നും എഡിറ്റ് ആക്കിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഞാനിതൊരു മാസം കഴിഞ്ഞിട്ടാണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഏകദേശം നമ്മൾ മൂന്നാർ എത്താനായിട്ടുണ്ട്. പക്ഷെ നമ്മളെ ഡെസ്റ്റിനേഷൻ അതല്ല. ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് ഞാൻ പറയാട്ടോ. നമ്മളൊരു 5:30 ആകുമ്പോൾ എറണാകുളത്ത് നിന്ന് കയറിയതാണ്. ഇപ്പോൾ ഏകദേശം മൂന്നാർ KSRTC സ്റ്റാൻഡൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പോണത് ഒരു പ്രോപ്പർട്ടിയിലേക്കാണ്, ഒരു ക്യാമ്പിംഗ് സൈറ്റിലേക്ക്. കുറേ നാളെ മുന്നേ ഇൻസ്റ്റഗ്രാമിൽ കണ്ട് എന്തായാലും പോകണമെന്ന് വിചാരിച്ചൊരു സ്ഥലമായിരുന്നു. അപ്പോൾ ഈവൻ മോർ ഞാൻ സർപ്രൈസ്ഡ് ആയി. കാരണം മൂന്നാർ ഭാഗത്തേക്ക് ഞാൻ ആദ്യമായിട്ട് വരുന്നത്, ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ആ ഒരു KSRTC യാത്രയൊക്കെ. ആദ്യമായിട്ട് നമ്മളൊരു ചെറിയ കുഞ്ഞിനെ ഉത്സവത്തിന് കൊണ്ടുപോകില്ലേ, അതിൻ്റെ അതേപോലെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്കുണ്ടായത്. ഞാൻ ഫുള്ള് ബസ്സിൽ നിന്ന് പുറത്തേക്ക് തലയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ആ പച്ചപ്പും മലയും ലാൻഡ്സ്കേപ്സും അതുപോലെ മഴയും കോടയും എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായി. അത്രയും എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ. അത് ഫുള്ളിങ്ങനെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. യെല്ലപ്പട്ടിയിലുള്ള അരുണേട്ടൻ്റെ ചായക്കടയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. അരുണേട്ടൻ്റെ പ്രോപ്പർട്ടിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അരുണേട്ടൻ അച്ഛൻ നടത്തുന്ന ടീ സ്റ്റാളാണ് ഈ അരുണേട്ടൻ്റെ ചായക്കട. അപ്പോൾ നമ്മൾ അവിടേക്ക് ഇനി നമുക്ക് ആ മുകളിലേക്കുള്ള വഴിയിലേക്കാണ് പോകേണ്ടത്, പ്രോപ്പർട്ടിയിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ പിക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ആരും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ വഴി അറിയുന്നതുകൊണ്ട് മുകളിലേക്ക് നടന്നു പോവുക ചെയ്തത്. ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് എന്താ അറിയോ, ഫ്ലവേഴ്സ് കണ്ടിട്ടാണ് കേട്ടോ, വേറൊന്നുമല്ല. അപ്പോൾ വരുന്ന വഴിയും പോകുന്ന വഴിയും എല്ലാം ഫുള്ള് ഫ്ലവേഴ്സ് കൊണ്ട് മൂടിയിട്ടല്ലേ. പിന്നെ എനിക്കറിയാം ഞാൻ പോകാൻ പോകുന്ന പ്രോപ്പർട്ടി ഇതിനേക്കാളും ബ്യൂട്ടിഫുള്ളാണ്. അവിടെ എന്തൊക്കെയോ ഉണ്ടെന്ന് ഞാൻ റീൽസിലൂടെയൊക്കെ കുറേ കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ സ്ഥലമൊക്കെ പിൻട്രസ്റ്റിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. കുറച്ച് സമയം ആടിയിരുന്ന് ഇനി ഇരുന്ന് പോകണമെന്ന് വരെ ഞാൻ ചിന്തിച്ചിന്. പിന്നെ ഫോൺ ചാവാനായതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നതും പ്രോപ്പർട്ടീൻ്റെ എൻട്രൻസും കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ പ്രോപ്പർട്ടിയിലെത്തി ഫ്രഷ് ആകുമ്പോഴേക്കാലത്തായിട്ട് നമുക്ക് ചായ കിട്ടുന്നു. അപ്പോൾ നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര ഡ്രീമി ആയിട്ടുള്ളൊരു ഡെസ്റ്റിനേഷനായിരുന്നു നമ്മൾ പോയ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇത് വന്നിട്ടുള്ളത് വണ്ടർ വെസ്റ്റ് എന്നുള്ള യെല്ലപ്പട്ടിയിലുള്ള പ്രോപ്പർട്ടിയിലേക്കാണ്. അതാണ് എല്ലാവരും റീൽസും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നൊരു സ്പോട്ട്. അത് തന്നെയാണ് എനിക്ക് ഫസ്റ്റ് അട്രാക്ഷൻ കിട്ടിയൊരു സാധനം. പിന്നെ ഇവിടെ ഇരുന്നിട്ട് മഴയും മലയും കോടയൊക്കെ കണ്ടിട്ട് ചായ കുടിക്കാൻ വേറെ തന്നെ ഒരു രസമാണ് കേട്ടോ. പിന്നെ ഈ മഴ പെയ്തിട്ടുള്ള വെതറും അവിടുത്തെ കാഴ്ചകളും ഒക്കെ അതിനേക്കാൾ അടിപൊളിയായിരുന്നു. ഈ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ ഭയങ്കരമായിട്ട് പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ളൊരു സാധനമായിരുന്നു ഈ പ്രോപ്പർട്ടീൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അവിടെയുള്ള ഫ്ലവേഴ്സാണ്. എവിടെ നോക്കിയാലും നമുക്ക് ഫ്ലവർ കാണാൻ പറ്റും. എന്താ പറയണ്ടതാ, ഇതേണ്ട മഴയെല്ലാം പെയ്തിട്ടില്ലേ. നമ്മളിപ്പോൾ എവിടെ പോകുന്നത്, നമ്മളിപ്പോൾ മാഗി തിന്നാൻ താഴെ പോകുന്നു ഗൈസ്. ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ എന്നാ ബി എ പാർട്ട് ഓഫ് സൊല്യൂഷൻ, നോട്ട് പാർട്ട് ഓഫ് പൊല്യൂഷൻ. നല്ലോണം വിശക്കുന്നുണ്ട്, നല്ല മഴയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച് താഴെ അരുണേട്ടൻ്റെ പേടിയിൽ പോയിട്ട് ഒരു മാഗിയും ചായയും കുടിക്കാൻ അങ്ങനെ നമ്മൾ ഇറങ്ങിയതാണ്. ഇതാണ് നമ്മൾ വന്ന വഴി. പക്ഷേങ്കിൽ ഇതിപ്പോൾ നമ്മൾ താഴേക്ക് കീന്നാണ് ഞാൻ കാണിക്കുന്നത്. മുകളിലേക്ക് വരുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആടെയുള്ള കുറച്ച് വീടൊക്കെ കഴിഞ്ഞിട്ട് വേണം മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അരുണേട്ടനവിടെ കാത്തിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അരുണേട്ടൻ്റെ ചായക്കടയിലെത്തി. ഈ ചായക്കടയിൽ ഇരുന്നിട്ട് ഈ മഴ കാണാൻ എന്ത് രസമാണെന്നറിയോ. ഇതിൻ്റെ ഉള്ളിൽ വെളിച്ചമില്ല, കുറേ ആൾക്കാരുണ്ട്, കുറച്ച് കൺജസ്റ്റഡ് ആണ്. എന്നാൽ പോലും അവിടെ നിന്ന് കിട്ടുന്നൊരു ഫീലിംഗ് ഉണ്ട്. അത് ഭയങ്കര രസമായിരുന്നു. പിന്നെ അവിടുത്തെ ആൾക്കാർ, എന്ത് നൈസായിട്ട് അവിടുത്തെ ആൾക്കാർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നമുക്കിങ്ങനെ ഇരുന്ന് കുറേ സമയം അവരോട് വർത്തമാനം പറയാൻ പറ്റും. നമ്മളങ്ങനെ ഒരു ചായയും ഒരു മാഗിയൊക്കെ തിന്ന് കുറേ സമയം സെൽവേട്ടനോട് കുറേ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആടുന്ന് ഇറങ്ങി. അമ്മ ഇങ്ങനെ നടക്കാനിറങ്ങി. ഇതാണ് പ്രോപ്പർട്ടിയിലേക്ക് പോകുന്ന വഴി. കുറച്ച് വീടും അതുപോലെ തന്നെ തേയിലത്തോട്ടമൊക്കെ കടന്നിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇവൻ പറഞ്ഞ പോലെ നമ്മളെ ക്യാമ്പിംഗ് സൈറ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് തമിഴ്നാടാണ് കേട്ടോ. തട്ടുതട്ടായിട്ട് ടെൻറ്റുകളൊക്കെ ആക്കിയോണ്ട് തന്നെ ഒരു ദിവസം ഒരുപാട് പേര് അക്കോമഡേറ്റ് ചെയ്യാൻ ഇവിടെ പറ്റും. നമ്മൾ താഴെ പോയി മുകളിൽ വരുമ്പോഴേക്ക് മഴയൊക്കെ ഏകദേശം നിന്ന് അട്ടയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളടുത്തുമ്പോൾ കുറച്ച് അട്ടയൊക്കെ കടിച്ച് സീനായിട്ടുണ്ടായിരുന്നു. മഴ പെയ്ത് കഴിഞ്ഞുകൊണ്ട് തന്നെ നല്ല കോട വരുന്നുണ്ടായിരുന്നു. ഇതാണ് ഇവരെ ടോയ്ലറ്റ് ഏരിയ വരുന്നത്.
നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ടോയ്ലറ്റ്സ് തന്നെയാണ്. പിന്നെ നമ്മളൊരു ചായയും കുടിച്ച് വെറുതെ സമാധാനത്തോടെ ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ നോക്കി നിന്നു. പിന്നെ ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത് ഇവരെ ഫുഡും സെർവിങ്ങും തന്നെയാണ് കേട്ടോ. രാത്രി ആകുമ്പം ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തണുപ്പ് നല്ലോണം കൂടി വരുന്നതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ ഉറങ്ങി. രാവിലെ സൺറൈസ് ട്രക്കിംഗ് ഉണ്ടാവുമെന്ന് പറഞ്ഞാണ്, പക്ഷേങ്കിൽ നമ്മൾ ക്യാൻസലാക്കിയതാണ് അറ്റാക്ക് ഉണ്ടായതുകൊണ്ട്. ഇതാണ് ഞാൻ രാവിലെ എണീച്ചപ്പോൾ കണ്ട വ്യൂ. മാഷാല്ലാ അടിപൊളിയായിരുന്നു. ടെൻ്റൊന്നും നിസ്കരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവർ കുറച്ച് അപ്പുറത്തെടുക്കുന്ന ഒരു ഫ്രെയിമിൽ വെച്ചിട്ടാണ് ഞാൻ നിസ്കരിക്കുന്നുണ്ടായത്. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉണ്ട് ഇവൻ എൻ്റെ ബാക്കിൽ വന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നവരെ എന്നെ കാത്തു നിന്നാടാ. ഞാൻ എൻ്റെ ഭാഷയിൽ കുറേ പറഞ്ഞു പോയിക്കോ താങ്ക് യു എന്നൊക്കെ. ഓണൊന്നും മനസ്സിലായിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷേങ്കിൽ ഐ വാസ് സോ ഹാപ്പി. ഞാൻ അവിടെയാണ് നിസ്കരിക്കാൻ പോയിട്ടുണ്ടായത്. ഇത് ഏകദേശം ഒരു 6:05 കാണുന്ന വ്യൂ ആണ് കേട്ടോ. ശരിക്കും ഒരു 5:30 എണീച്ചിട്ട് ഇവിടുന്ന് ട്രക്ക് ചെയ്തിട്ടാണ് ഇവിടെ സൺറൈസ് കാണിക്കാൻ കൊണ്ടുപോക്ക്. പക്ഷേങ്കിൽ നമ്മൾ ഇന്നലെ മഴ പെയ്ത് അറ്റാക്ക് ഉണ്ടാകുന്നതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞതാണ്. കാരണം എൻ്റെ കടിയും ചോര കാണുന്നൊക്കെ ഭയങ്കര സീനാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ പോയിട്ടില്ല. ഇതാണ് രാവിലെ അവിടെ കാണുന്ന വ്യൂ. പിന്നെ നമ്മൾ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് വെയിൽ വന്നതുകൊണ്ട് തന്നെ അട്ടയൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ട്രക്കിങ്ങിന് പോകാമെന്ന് വിചാരിച്ച്. ഈ ഏട്ടൻ നമ്മളെ കൂടെ വന്നത്, ഗോപൻ എന്നാണ് ഈ ഏട്ടൻ്റെ പേര്. നമ്മളൊരു കാട്ടിലൂടെയൊക്കെ പോയി ഇതെവിടെയാണ് ലാസ്റ്റ് എത്തിയിട്ടുണ്ടായത്. ഇവിടുന്ന് നമുക്ക് കൊളുക്കുമലേൻ്റെയും മീശപ്പുലി മലേൻ്റെ ഒക്കെ പീക്ക് കാണാൻ പറ്റും. തേയില പറിക്കുന്ന ആളായിട്ട് ഇവിടെ ജോയിൻ ചെയ്തു. ട്രക്കിങ്ങൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് റെസ്റ്റ് എടുത്ത് നമ്മളൊരു 12 മണിയൊക്കെ ആകുമ്പോൾ അവിടെ നിന്ന് കീഞ്ഞ്. നമുക്ക് 1:20 ബസ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ സെൽവട്ടൻ്റെ ചായക്കടയിലൊക്കെ പോയപ്പോൾ അവിടെ കുറേ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഓരൊക്കെ കൂട്ടി കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ വീട്ടിൽ പോയി. പിന്നെ അവരോടൊക്കെ ബായ് പറഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി. അപ്പോൾ എത്രേ ഉള്ളൂ. ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.